അമ്മേ എനിക്ക് മിഠായി മേടിക്കാൻ പൈസ തരുമോ? ആ ഹോളിൽ ആ ഷെൽഫിൻ്റെ അവിടെ ഉണ്ട്, പൈസ എടുത്തോ. ശരി അമ്മേ, ഞാൻ മിഠായി മേടിച്ചിട്ട് ഓടി വരാവേ. ചോട്ടു മിന്നു ചേച്ചി ദേ എന്താ കൊണ്ടുവന്നേക്കണേ നോക്കിയേ. എന്താ ചേച്ചി കൊണ്ടുവന്നേ? ഞാനൊരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് മൂന്നാർക്കും കൂടെ കഴിക്കാം. അമ്മ പൈസ എന്നിട്ട് മേടിച്ചതാ. ഇന്നാ മിന്നു നിനക്ക് ഒരു പീസ്, ഇന്നാ ചോട്ടു നിനക്കൊരു പീസ്, ഇനി ഇത് എനിക്ക്. നിക്ക് തിന്നാൻ വരട്ടെ. എല്ലാവർക്കും ഒരേപോലെയാണ് വീതിച്ചേക്കണേ നോക്കട്ടെ. നിന്റെ കയ്യിലിരിക്കണ കാണിച്ചേടി മിന്നു. എങ്കിൽ നിന്റെ കയ്യിലും കാണിക്കേ, നിനക്ക് കിട്ടിയത് വലിയ പീസാണെങ്കിലോ? ചേച്ചി ഇവളുടെ കയ്യിലുള്ളത് വലിയ പീസാ, എന്ത് ഇവക്ക് മാത്രം വലുത് കൊടുത്തത്? എനിക്ക് കുഞ്ഞു തന്നെ എന്നെ പറ്റിക്കുകയാണല്ലേ? ഞാൻ ആർക്കും വലുതും ചെറുതൊന്നും കൊടുത്തല്ല, രണ്ടുപേർക്കും ഒരേപോലെ തന്നേക്കണം. നിന്റെ വലുത് അല്ല, നിന്റെ വലുത്. എനിക്ക് മര്യാദക്ക് അത് തന്നോ അല്ലെങ്കിൽ നീ എൻ്റെ നിന്ന് മേടിക്കും. എനിക്ക് മര്യാദക്ക് തന്നോ അല്ലെങ്കിൽ നീ എൻ്റെ നിന്ന് മേടിക്കും. നീ തന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇട്ടിച്ച്. നീ ആരാന്നടി വിചാരം തടിച്ചി? നീ എന്നിട്ട് വെറുതെ തല്ലുപിടിക്കാൻ വരല്ലേ? മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് ഞാൻ എടുത്ത് നിലത്തടിക്കും. നീ പോടാ, എന്റെ കൈ പിന്നെ മാങ്ങ അടിക്കാൻ പോവോ? പോടാ, ഒന്ന് നിർത്തണോണ്ടാ നിങ്ങൾ നിങ്ങളുടെ തല്ലി. അല്ല, ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന പീസ് ഒന്ന് കാണിച്ചേ. ദേ നോക്ക്, ഇനി അതിന്റെ പേര് തല്ലിടിക്കണ്ട. എന്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ള അത്ര ഉള്ള പീസ് തന്നെ. ദേടി നോക്കിക്ക്, ചേച്ചി ഏറ്റവും വലിയ പീസ് നോക്കി എടുത്ത, നമുക്ക് ഏറ്റവും ചെറിയ പീസ് തന്ന. അതേടാ, ചേച്ചി എന്ത് സാധനം നോക്കി. നിങ്ങൾക്ക് രണ്ടിനെ പ്രാന്ത. ഞാൻ അമ്മേനെ വിളിക്കാൻ പോണേ. അമ്മേ. എന്തിവിടെ പ്രശ്നം? കുറെ നേരമല്ല ഒച്ചപ്പാടും ബഹളം തുടങ്ങിയിട്ട്. അമ്മ ദേ ഇവര് രണ്ടിനും കൂടെ കുറെ നേരം അമ്മേ മിഠായി ചെറുതാണ് വലുതാണ് എന്ന് പറഞ്ഞ് തല്ലുപിടിക്കണ. ഇനി ആ സ്കെയിൽ വെച്ച് അളന്നും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. ഇതുങ്ങൾക്ക് മിഠായി കൊണ്ടൊന്നും കൊടുക്കാന്ന് തോന്നിയത് എന്റെ തെറ്റാ. മിഠായി കൊടുക്കാന്ന് തോന്നിയതല്ല തെറ്റ്. എനിക്ക് നീ മിഠായി മേടിക്കാൻ വേണ്ടി വന്ന പൈസ ചോദിച്ചപ്പോൾ പൈസ എടുത്തു തരാൻ തോന്നിയതാ തെറ്റ്. അത് കാരണമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഞാനുണ്ടല്ലോ മിഠായി മേടിച്ചതിനില്ല, ഒന്നും മേടിച്ചതിനില്ല. അങ്ങനെ മര്യാദക്കുവാ എവിടെയെങ്കിലും പോയിരുന്നത് തിന്നാൻ നോക്ക്. അല്ലെങ്കിൽ ഇനിയും എൻ്റെ അടുത്ത് മിഠായി കുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരു സാധനം ഞാൻ മേടിച്ചു തരില്ല.